മാഷിൻ്റെ സ്വന്തം അപ്പു. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 6. നന്ദൻ്റെ ബൈക്ക് അപർണ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹോം ഡെലിവറി ഷോപ്പിന് മുന്നിൽ വന്നു നിന്നു. നന്ദൻ ബൈക്കിൽ നിന്നിറങ്ങി നേരെ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരുവിധം തിരക്കുണ്ടായിരുന്നു. നന്ദൻ അങ്ങിങ്ങായി ഓരോ സാധനങ്ങൾ നോക്കി നിന്നു. ഒരുവിധം തിരക്ക് കുറഞ്ഞതും നേരെ കൗണ്ടറിലേക്ക് ചെന്നു. നന്ദനെ കണ്ടതും അനീഷ് ഹൃദ്യമായി ചിരിച്ചു. ഞാൻ മാഷിനെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും രഘുവും അവിടേക്ക് വന്നു. ഭാർഗവേട്ടൻ ഇവിടെ വന്ന് സാധനം വാങ്ങിയപ്പോൾ അതിൽ 2 എണ്ണം ഇവിടെ മറന്നു വെച്ചിട്ട് പോയി. കടയടച്ച് അങ്ങോട്ട് വരുമ്പോൾ ഏൽപ്പിക്കാമെന്ന് കരുതിയതാണ്. അപ്പോഴേക്കും മാഷ് എത്തി. അതെന്തായാലും നന്നായി. അനീഷ് വേഗം തന്നെ സാധനങ്ങൾ ഒരു പാക്കറ്റിലാക്കി നന്ദൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഇറങ്ങിയോ മാഷേ? ട്യൂട്ടോറിയലിൽ നിന്നും. നല്ല ഇരുട്ടായി. അനീഷാണ് അത് ചോദിച്ചത്. അപർണ ഇന്ന് ട്യൂട്ടോറിയൽ വന്നിട്ടില്ല. എൻ്റെ ഒരു നോട്ട് അപർണയുടെ കയ്യിലാണ്. ട്യൂട്ടോറിയൽ വരുമ്പോൾ വാങ്ങാമെന്ന് കരുതി, പക്ഷെ കണ്ടില്ല. അതിനെന്താ മാഷേ, പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി വാങ്ങിയാൽ പോരെ? ഞങ്ങൾ കടയടച്ചിറങ്ങുമ്പോൾ ലേറ്റാകും. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ട് തരാമായിരുന്നു, അനീഷ് പറഞ്ഞു. അത് സാരമില്ല, ഞാൻ പോകുമ്പോൾ ആ വഴിക്ക് വാങ്ങിക്കൊള്ളാം. നന്ദൻ സാധനവും കയ്യിലെടുത്ത് ബൈക്കിനടുത്തേക്ക് നീങ്ങി. എൻ്റെ അപ്പു, നീ ഇങ്ങനെ വയറുവേദനയെന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ്? ഈ ഉലുവ വെള്ളം കുറച്ച് കുടിക്ക്, വേദനയ്ക്ക് ശമനം കിട്ടും. ഇങ്ങനെ ഒന്നും കഴിക്കാതെ കിടക്കുകയാണെങ്കിൽ അച്ഛൻ വന്ന് എന്നെയായിരിക്കും വഴക്ക് പറയുന്നത്. മോളിത് കുടിക്ക്. അപ്പോഴേക്കും അമ്മ അപ്പുറത്തെ ശാന്ത ചേച്ചിയുടെ വീട്ടിൽ പോയി കുറച്ച് നാടൻ മുട്ട വാങ്ങിക്കൊണ്ടുവരാം. നിനക്ക് നല്ല വിളർച്ചയുണ്ട്. 2-3 ദിവസം നാടൻ മുട്ട വാട്ടി കഴിക്കുമ്പോഴേക്കും അത് ദേഹത്ത് പിടിക്കും. ഈ വയറുവേദനയൊക്കെ പമ്പ കിടക്കും. അമ്മ കൊണ്ടുവന്ന് വെച്ച ഉലുവ വെള്ളം എങ്ങനെയൊക്കെയോ അപ്പു കുടിച്ചു തീർത്തു. കിടക്കാൻ നേരം അപ്പു നന്ദനെക്കുറിച്ച് തന്നെയാണ് ഓർത്തത്. ഇന്ന് എന്നെ കാണാഞ്ഞ് നന്ദേട്ടൻ വല്ലാതെ സങ്കടപ്പെട്ട് കാണും. ഈ വയറുവേദന കാരണമാണ് എനിക്ക് നന്ദേട്ടനെ കാണാൻ പറ്റാത്തത്. പെണ്ണിൻ്റെ കണ്ണ് നിറഞ്ഞു. ഈ സമയത്തെ അവിടേക്ക് കയറി ചെല്ലുന്നത് മോശമാണ്. അതിനെന്താ, അപ്പുവിൻ്റെ അച്ഛനോട് ബുക്ക് വാങ്ങാനാണെന്ന് പറഞ്ഞില്ലേ? നന്ദൻ്റെ ബൈക്ക് മുറ്റത്ത് വന്ന് നിന്നു. രാധ പുറത്തേക്കിറങ്ങി വന്നു. എന്താ മാഷേ? നന്ദൻ മടിച്ചാണ് ഉമ്മറത്തേക്ക് ചെന്നത്. എൻ്റെ ഒരു ബുക്ക് അപർണയുടെ കൈവശമായി പോയി. രാവിലെ അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വന്നത്. രാത്രിയിൽ കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് പറയുമോ അപർണയോട് അതൊന്ന് എടുത്തു തരാൻ? അതിനെന്താ മാഷേ, കയറിയിരിക്ക്, ഞാൻ അപ്പുവിനെ വിളിക്കാം. രാധ അതേക്ക് കയറിപ്പോയതും നന്ദൻ ഹാളിലേക്ക് കടന്നിരുന്നു. അപ്പൂ, നീ ഉറങ്ങിയോ? ആ നന്ദമാഷ് വന്നിരിക്കുന്നു. മാഷിൻ്റെ ഏതോ ബുക്ക് നിൻ്റെ കയ്യിലുണ്ടെന്ന്. നീ ഒന്ന് ചെന്ന് ചോദിക്ക്. ഞാൻ മാഷിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. രാധ വേഗം അടുക്കള ഭാഗത്തേക്ക് പോയി. അപ്പു വേഗത്തിൽ എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു. നന്ദൻ ചുമരിലൂടെ കണ്ണോടിച്ചു. അപ്പുവിൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഫോട്ടോസ്. അതിൽ ഒരു ഫോട്ടോയിൽ അവൻ്റെ കണ്ണുകളുടക്കി ധാവണിയെടുത്ത് കണ്ണുകൾ നീട്ടി വരച്ച് മുല്ലപ്പൂ ചൂടിയ അപ്പു. നന്ദൻ മൊബൈലെടുത്ത് ഫോട്ടോ മൊബൈലിൽ പകർത്തി. ഫോൺ തിരികെ പോക്കറ്റിലേക്ക് വെച്ചപ്പോൾ അപ്പു ഹാളിലെത്തി. മാഷേ, ഏത് ബുക്കാണ് എൻ്റെ കയ്യിൽ? നന്ദൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഉറക്കച്ചവടോടെയുള്ള കണ്ണുകളും അഴിഞ്ഞുലഞ്ഞ മുടിയുമായി നിൽക്കുന്നു പെണ്ണ്. നന്ദൻ പതിയെ തലയെത്തിച്ച് അകത്തേക്ക് നോക്കി. അമ്മ മാഷിന് കുടിക്കാൻ എടുക്കുവാണ്. എന്താ മോളെ നീ ഇന്ന് ക്ലാസ്സിൽ വരാത്തത്? പിണങ്ങിയോ പെണ്ണെ എന്നോട്? നിന്നെ കാണാതെ ഒരു രസവുമില്ല. അതാണ് ഞാൻ വെറുതെ ഒരു കള്ളം പറഞ്ഞ് ഇവിടേക്ക് വന്നത്. എനിക്ക് വയറുവേദനയാണ് നന്ദേട്ടാ, അതാണ് വരാത്തത്. ഓഹ്, അതാണോ കാര്യം? ഇപ്പോഴാണ് സമാധാനമായത്. ഒരു ദിവസം പോലും നിന്നെ കാണാതിരിക്കാൻ വയ്യ പെണ്ണെ. നാളെ നീ രാവിലെ വരണേ മോളെ. ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് നിൻ്റെ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് വാ. ഞാൻ നാളെ ട്യൂട്ടോറിയൽ എത്തിയിട്ട് തരാം. ഇല്ലെങ്കിൽ അമ്മ എന്ത് വിചാരിക്കും? അപ്പോഴേക്കും രാധ ചായയുമായി എത്തി. മാഷേ, ഞാൻ ഇപ്പോൾ ബുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ വേഗം മുറിയിലേക്ക് പോയി ഒരു നോട്ട്ബുക്ക് കയ്യിലെടുത്തു. നന്ദൻ ചായ കുടിച്ച് എഴുന്നേറ്റതും ബുക്കുമായി അപ്പു എത്തി. ബുക്ക് കയ്യിൽ കൊടുക്കുമ്പോൾ അവളുടെ വിരലുകളിൽ നന്ദൻ പതിയെ നുള്ളി. രാത്രിയിൽ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. അത്യാവശ്യമുള്ള ബുക്കായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നാളെ രാവിലെ ട്യൂട്ടോറിയൽ വരുമ്പോഴേ ഞാൻ വാങ്ങുമായിരുന്നുള്ളൂ. അതിനെന്താ മാഷേ, സാരമില്ല. പിന്നെ മാഷേ, രഘുചേട്ടനും മോനും ചിലപ്പോൾ കടയടച്ച് വരുമ്പോൾ വൈകും. മഴയോ
നേരത്തെ ഇരുളോ വീണാൽ മാഷ് ഇതുവഴി പോകുമ്പോൾ അപ്പുവിനെ ഒന്ന് ഇവിടെ വിടണേ. ഞാൻ മാഷിനോട് പറയാനിരിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടത് എന്തായാലും നന്നായി. അതിനെന്താ? നന്ദൻ അപ്പുവിനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ച് ബൈക്കിനടുത്തേക്ക് പോയി. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ മഞ്ഞ് വീണ സുഖമായിരുന്നു. വീടെത്തിയതും അവനെയും കാത്ത് ഉമ്മറത്ത് തന്നെ സൗദാമിനി ഇരിപ്പുണ്ട്. ചുണ്ടിൽ മൂളിപ്പാട്ടുമായി കയ്യിൽ സാധനം നിറഞ്ഞ കവറുമായി നന്ദൻ അകത്തേക്ക് കയറി. നീ എന്താടാ ഇത്രയും വൈകിയത്? അമ്മയല്ലേ പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങണമെന്ന്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. അതാണ് ഇത്രയും ലേറ്റായത്. വേഗം കുളിച്ചു വാ, ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം. നന്ദൻ അമ്മയുടെ കവിളിൽ ഒന്ന് പിച്ചി അകത്തേക്ക് പോയി. ഇന്നെന്താടാ ഒരു സന്തോഷം? ഇന്ന് മാത്രമല്ലല്ലോ, എന്നും എനിക്ക് സന്തോഷമല്ലേ. നന്ദൻ അകത്തേക്ക് പോയതും സൗദാമിനിയും ഭാർഗവനും മുഖത്തോട് മുഖം നോക്കി നിന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നന്ദൻ കിടക്കാനായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ അപ്പു കൊടുത്തുവിട്ട നോട്ട് ബുക്ക് വെറുതെ മറിച്ചു നോക്കി. ഇടയ്ക്കുള്ള പേജിൽ എഴുതിയ വരികളിൽ അവൻ്റെ കണ്ണുടക്കി. മനസ്സിൽ ചേർത്ത് വെച്ച നാൾ മുതൽ ഞാൻ കാത്തിരിപ്പിലാണ് മാഷേ, ഒന്നാവാനും ഒരുമിച്ചൊരു പുഴയായി ഒഴുകുവാനുമുള്ള കാത്തിരിപ്പ്. വായിച്ചു കഴിഞ്ഞപ്പോൾ നന്ദന് വല്ലാത്ത സന്തോഷം തോന്നി. ജനലടിയിൽ കൂടി പൂനിലാവ് മുറിയിലേക്ക് പരന്നു. എവിടെ നിന്നോ രാപ്പാടികളുടെ പാട്ട്. തൊടിയിൽ പൂത്ത ചെമ്പകത്തിൻ്റെ ഗന്ധവും പേറി മന്ദമാരുതൻ പതിയെ വീശിയടിക്കുന്നു. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നിറയ്ക്കുന്നത് നന്ദൻ അറിഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയോട് ചെറിയൊരിഷ്ടം തോന്നിയിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഏറ്റവും ഇഷ്ടം അവളുടെ നിതംബം നിറഞ്ഞു കിടക്കുന്ന തലമുടിയായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ആ കുട്ടി അവളുടെ ക്ലാസ്സിലെ തന്നെ മറ്റൊരു പയ്യനുമായി ഇഷ്ടത്തിലായി. അങ്ങനെ ആദ്യ പ്രണയം അവിടെ അവസാനിച്ചു. പക്ഷെ പിന്നെ ഒരിക്കൽ പോലും അവളെക്കുറിച്ച് ഓർക്കുകയും വേദനിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അപ്പു, അവൾ അങ്ങനെയല്ല. അവൾ ഇന്ന് എൻ്റെ എല്ലാമാണ്. പനിനീർപ്പൂവിൻ്റെ ഗന്ധമാണ് അവൾക്ക്. അവൾ അടുത്തേക്ക് വരുമ്പോൾ ആ മണം എന്നെ വല്ലാതെ ഒരവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിക്കും. ആദ്യമൊന്നും അവളുടെ സ്നേഹം അത്ര കാര്യമായി എടുത്തില്ല. പക്ഷേ പിന്നെ പോകെ അവൾ മാത്രമായി തൻ്റെ ലോകം. ഓരോന്നാലോചിച്ച് നന്ദൻ കിടക്കയിലേക്ക് വീണു. മൊബൈലിലെടുത്ത് അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി കിടന്നു. എൻ്റെ അച്ഛ, എനിക്കിപ്പോൾ വിവാഹം വേണ്ട. സരളയുടെ കാര്യം അച്ഛൻ തീരുമാനിച്ചോ? അതെങ്ങനെയാ മോളെ? നിന്നെ നിർത്തിയ ഇളയവളുടെ വിവാഹം നടത്തുന്നത്? നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരാണോ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്? അച്ഛൻ എന്തിനെങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നത്? അച്ഛൻ്റെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടി പറഞ്ഞ് സാവിത്രി മുറിയിലേക്ക് കയറി. വനജയുടെയും സുശീലൻ്റെയും 3 മക്കളിൽ മൂത്തവളാണ് സാവിത്രി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. സുശീലന് സഹകരണ ബാങ്കിലാണ് ജോലി. വനജ വീട്ടിൽ കുറച്ച് തുന്നൽ പണികളൊക്കെ ചെയ്യുന്നു. സാവിത്രിയുടെ ഇളയവളാണ് സരള. സരള ഡിഗ്രി കഴിഞ്ഞ് PSCയുടെ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. സാവിത്രി പഠിത്തത്തിൽ മിടുക്കിയായിരുന്നു. അതുകൊണ്ട് അവൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപികയായത്. അവളെ നിർത്തിയിട്ട് ഇളയവളുടെ വിവാഹം നടത്തുന്നത് എന്തായാലും ഉചിതമല്ല. സുശീലൻ +2 കഴിഞ്ഞതേ ഉള്ളൂ. വനജ സുശീലൻ്റെ അടുത്തേക്ക് വന്നു. എത്ര ആലോചനയാണ് വരുന്നത്. ഇവളിങ്ങനെ ഒന്നിനും സമ്മതം തരാതിരുന്നാൽ എന്ത് ചെയ്യും? അവളുടെ കാര്യം കഴിഞ്ഞിട്ട് വേണ്ടേ സരളയുടെ കാര്യം നോക്കാൻ? അവൾ എന്താ അത് ആലോചിക്കാത്തത്? സാവിത്രി ഫ്രഷായി വന്ന് കട്ടിലിലേക്ക് കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ജോലി കൊട്ടി സ്കൂളിൽ ആദ്യമായി ചെല്ലുമ്പോൾ ആദ്യം പരിചയപ്പെടുന്നത് നന്ദൻ മാഷിനെയായിരുന്നു. മാഷ് തന്നെയാണ് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിയത്. അന്ന് മുതൽ മാഷുമായി നല്ലൊരു സൗഹൃദം തന്നെയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ സൗഹൃദത്തിൽ നിന്നും വഴിമാറി അതൊരു പ്രണയമായപ്പോൾ നന്ദൻ മാഷ് അത് മനസ്സിലാക്കി. എന്നോടുള്ള സൗഹൃദം പോലും വേണ്ടെന്ന് വെച്ചു. ആലോചനകൾ അതിർവരമ്പ് ഭേദിച്ചപ്പോൾ അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി. എത്ര ആലോചനകളാണ് മോളെ വന്നത്. നീയാണെങ്കിൽ ഒന്നിനും സമ്മതിക്കുന്നില്ല. നിന്റെ മനസ്സിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? എന്തായാലും നീ അച്ഛനോടും അമ്മയോടും തുറന്നു പറ. നിന്നെ നിർത്തിക്കൊണ്ട് എന്തായാലും സരളയുടെ വിവാഹം നടത്തില്ല. അല്ലെങ്കിൽ തന്നെ അത് ശരിയല്ല. നീ ഇനി ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോൾ ഒരു വിവാഹം ആവശ്യമാണെന്ന് തോന്നിയില്ല. അതല്ല, ഞാൻ നിൽക്കുമ്പോൾ സരളയുടെ വിവാഹം നടത്തുന്നത് ശരിയല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തായാലും ചെയ്തോ. എല്ലാത്തിനും ഞാൻ നിന്ന് തരാം. അത്രയും പറയുമ്പോഴേക്കും സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു.
എന്താ മോളെ, എന്താ നിൻ്റെ മനസ്സിൽ? എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സാവിത്രി അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മകളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ വനജയും സുശീലനും അമ്പരപ്പോടുകൂടി അവളെ നോക്കിയിരുന്നു. മക്കളുടെ മനസ്സിൽ തങ്ങളോട് പറയാൻ കഴിയാത്ത എന്തൊക്കെയോ ദുഃഖമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. വീണ്ടും അതിനെക്കുറിച്ച് ചോദിച്ച് അവളെ വിഷമിപ്പിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. തുടരും. രുദ്രപ്രിയ. എൻ്റെ സ്റ്റോറി വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.